ആദ്യ വിസിൽ മുഴങ്ങിയത് ഓർമ്മയുണ്ട് ലിയോക്ക്. പിന്നെ നടന്നതൊക്കെ ഒരു പേക്കിനാവാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് മെസ്സിക്ക് മനസ്സിലായതേയില്ല. കാലിൽ പന്ത് കിട്ടിയപ്പോഴൊക്കെ ആരൊക്കെയോ ചേർന്ന് വളയുന്നു. ഞൊടിയിടയിൽ ഇടങ്കാലിൽ നിന്ന് പന്ത് അപ്രത്യക്ഷമാകുന്നു. കാലൊന്നുറപ്പിക്കാൻ കോണുകൾ മാറി നോക്കിയെങ്കിലും രക്ഷയില്ല. എല്ലായിടങ്ങളിലും പൊതിഞ്ഞു പിടിക്കുന്ന ക്രൂരത. സിരകളെല്ലാം വിച്ഛേദിക്കപ്പെട്ടതോടെ രക്തയോട്ടം നിലച്ച അർജന്റീനയുടെ ഹൃദയം നിശ്ചലമാകുന്നു. മൈതാനമധ്യത്ത് മെസ്സി അലക്ഷ്യമായി അലഞ്ഞു നടന്നു. തോൽക്കുമ്പോഴും ഓർത്തുവെക്കാൻ ഒരു മുഹൂർത്തമെങ്കിലും ബാക്കിയാക്കുന്ന പതിവുണ്ടായിരുന്നു. എത്രയോ സമ്മോഹനമായ ദൃശ്യങ്ങൾ സമ്മാനിച്ചാണ് ആ അതിശയ സുന്ദര യാത്ര ഫൈനൽ വരെ എത്തിയിരുന്നത്. അവിടെ എങ്ങനെയാണ് തൻ്റെ കാലുകൾ തളർന്നുപോയത്? മാന്ത്രിക പടിയും മായിക വിദ്യകളുമെല്ലാം 120 മിനിറ്റ് നേരത്തേക്ക് അയാളോട് പിണങ്ങി നിന്നത് എന്തിനാണ്? എല്ലാ കളിദൈവങ്ങളും ഒരിക്കൽ കൂടി കൈവിട്ട നിമിഷം അയാൾ വീണ്ടും കരഞ്ഞു. ഇടത്തെ കവളിലൂടെ കണ്ണുനീരൊഴുകിപ്പരന്നു. സുന്ദരമായ 8 ഗോളുകളും ലോകത്തെ അമ്പരപ്പിച്ച 4 അസിസ്റ്റുകളും ഉണ്ടായിട്ടും ഗോൾഡൻ ബോൾ പോലുമില്ലാതെ വെറും കൈയോടെ മജീഷ്യൻ നടന്നകന്നു. കാളപ്പോരുകാരുടെ അട്ടഹാസങ്ങൾക്കിടെ വിതുമ്പിയൂട്ടിയ മുഖവുമായി ശൂന്യതയിലേക്ക് മറഞ്ഞു. ഉറപ്പായും ഇങ്ങനെ ഒരു വിടവാങ്ങലായിരുന്നില്ല അയാൾ മോഹിച്ചത്. വിധിയിൽ ആശ്വസിക്കുന്ന ദുരന്ത നായകനിലേക്ക് അയാൾ ഒരു മടക്കയാത്ര നടത്തുന്നുണ്ടാകും. ഒരു ഉൾവിളിയുടെ പുറത്ത് വീണ്ടും മോഹക്കപ്പലേറിയ നിമിഷങ്ങളെ പഴിക്കുന്നുണ്ടാകും. അതേ വിധിയുടെ വിളയാട്ടങ്ങളിൽ തളർന്നുപോയ ഡീഗോയെ ഓർക്കുന്നുണ്ടാകും. അപ്പോഴും പക്ഷേ നെഞ്ചു നിവർത്തി നിരത്താൻ ഇതുൾപ്പെടെ 3 ലോകകപ്പ് ഫൈനലുകളുണ്ട്. അതിലൊരു കിരീടവുമുണ്ട്. 2 കനകക്കോപ്പകൾ വേറെയും. ഇനിയും ഒരു തിരിച്ചുവരവിനായി ആഗ്രഹിക്കുന്നുണ്ടാകില്ല. തിരിച്ചെടുക്കാൻ കഴിയാത്ത പിഴവുകളെ മറന്ന് തനിക്കായി മാത്രം പൂത്ത വസന്തകാലങ്ങളുടെ ഓർമ്മകളിലേക്ക് ചുരുങ്ങാൻ, ആശ്വസിക്കാൻ ഫുട്ബോളിന്റെ മിശിഹാക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് PC സൈഫുദ്ദീൻ, സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1.